നമസ്കാരം. പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടും, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സുഹൃത്തായും ഒറ്റപ്പെട്ടു പോയവരുടെ ആശ്വാസദായകനായും വേഷമിടും. കറക്കി വീഴ്ത്താൻ മധുരവാക്കുകൾ ചേരുംപടി ചേർക്കും, വിശ്വാസം പിടിച്ചുപറ്റും. വിവാഹ വാഗ്ദാനം നൽകുന്നതോടെ ഒരു അധ്യായം പൂർത്തിയാകും. പാട്ടില്ല എന്ന് കണ്ടാൽ തരം പോലെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കും. ഇത്തരത്തിൽ 250ഓളം സ്ത്രീകളെ വഞ്ചിച്ച് പീഡിപ്പിച്ച യൂട്യൂബ് ഇൻഫ്ലുവൻസർ മുഹമ്മദ് നിഷാൽ ഇപ്പോൾ അഴിയെണ്ണുകയാണ്. എന്നാൽ ഇവിടം കൊണ്ട് തീരുന്നില്ല കാര്യങ്ങൾ. ഇയാൾക്കെതിരെ സമാന കേസുകൾ അനവധിയാണ്. ഈ കേസുകളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെയും വീട്ടമ്മമാരുടെയും ചിത്രങ്ങളും വീഡിയോയും മറ്റും മുഹമ്മദ് നിഷാലിന്റെ മൊബൈലിലും ലാപ്ടോപ്പിലും ഉണ്ടെന്ന സംശയവുമുണ്ട്. മൊബൈലും ലാപ്ടോപ്പും ഇയാളുടെ ഉമ്മയുടെയും സഹോദരിയുടെയും കൈവശമാണ്. അത് എത്രയും വേഗം പോലീസ് പിടിച്ചെടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മുഹമ്മദ് നിഷാലിന്റെ ഉമ്മ മകന്റെ ചെയ്തികൾക്ക് ഒത്താശ ചെയ്തുവെന്നാണ് ആരോപണം. ഇത് സൂചിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പ് മറുനാടൻ മലയാളി പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട യുവതിയെ ഫെബ്രുവരി 7-ന് വിവാഹ വാഗ്ദാനം ചെയ്ത താമരശ്ശേരിയിലുള്ള ലോഡ്ജിൽ വെച്ച് ബലാത്സംഗം ചെയ്ത കേസിലാണ് ഇയാൾ ഇപ്പോൾ പിടിയിലായത്. പീഡന ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി താമരശ്ശേരിയിലും കോഴിക്കോടുമുള്ള ലോഡ്ജുകളിൽ വെച്ചും യുവതിയെ പീഡിപ്പിച്ചുവെന്നും ഭീഷണിപ്പെടുത്തി 4 പവന്റെ സ്വർണ്ണമാല അപഹരിച്ചുവെന്നുമായിരുന്നു കേസ്. 2023-ലും 2024-ലും സമാന കേസുകളിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ മണ്ണാർക്കാട് വെച്ച് പീഡിപ്പിച്ചെന്ന കേസിൽ പോക്സോ വകുപ്പ് പ്രകാരമാണ് മുഹമ്മദ് നിഷാലിനെതിരെ കേസെടുത്തത്. മറ്റൊരു കേസിൽ നിലമ്പൂർ സ്വദേശിയും ഒരു കുട്ടിയുടെ അമ്മയുമായ സ്ത്രീയെ ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട് വശത്താക്കിയ ശേഷം തിരൂർ, മഞ്ചേരി എന്നിവിടങ്ങളിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ഈ കേസിലും ഇയാൾ അറസ്റ്റിലായിരുന്നു. ഇയാൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഷാലൂസ് 888 എന്ന പേരിൽ നടത്തിയിരുന്ന ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത 31,000 പേരിൽ വളഞ്ഞിട്ട് പിടിച്ച കൗമാരക്കാരായ പെൺകുട്ടികൾ മുതൽ 40കളിലെത്തിയ വീട്ടമ്മമാർ വരെയാണ് ഇപ്പോൾ ഇരകളായി മാറിയിരിക്കുന്നത്. താൻ മാനസികമായി ഒറ്റപ്പെട്ടു പോയെന്ന നാട്യത്തോടെ യൂറോപ്പിൽ ജോലി ചെയ്യുന്ന, മനഃശാസ്ത്ര രംഗത്ത് ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടറോട് അടുപ്പം കാട്ടാൻ തുടങ്ങിയതാണ് ഇപ്പോൾ നിഷാലിന് വിനയായി മാറിയത്. ഡോക്ടറുമായി വിവാഹാലോചനയിലേക്ക് വരെ എത്തിയതോടെ തിരൂരിൽ കട തുടങ്ങാൻ എന്ന വ്യാജന 5 ലക്ഷം രൂപ വാങ്ങിയതോടെയാണ് സംഭവത്തിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. നിഷാലിന്റെ ലൈവ് വീഡിയോകൾ കാണാനിടയായ ഡോക്ടർ പെൺകുട്ടികളുമായുള്ള ഇടപെടലിൽ സംശയം തോന്നിയതിനെ തുടർന്ന് രഹസ്യമായി നിരീക്ഷിക്കുകയായിരുന്നു. തുടർന്ന് ഓരോ പെൺകുട്ടിയുമായുള്ള സ്വകാര്യ സംഭാഷണത്തിൽ ഡോക്ടറോട് ഒട്ടേറെ യുവതികളും വീട്ടമ്മമാരും വരെ നിഷാലിനൊപ്പം വ്യക്തിപരമായി ചെലവിടേണ്ടി വന്ന സമയങ്ങൾ മറയില്ലാതെ വെളിപ്പെടുത്തുകയായിരുന്നു. വിവാഹിതരല്ലാത്ത എല്ലാവരോടും ജനുവരിയിൽ വിവാഹം ചെയ്യാമെന്ന വാഗ്ദാനമാണ് നിഷാൽ നൽകിയിരുന്നതെന്നതും കള്ളക്കളി പൊളിക്കാൻ കാരണമായി. ഒരു ഘട്ടത്തിൽ ഡോക്ടറോട് പണം തിരികെ തരാമെന്ന് ഇയാൾ വാഗ്ദാനം ചെയ്തെങ്കിലും പീഡനവീരനാണെന്നും കഴിഞ്ഞ വർഷം 2 സമാന കേസുകളിൽ നിലമ്പൂരിലും മണ്ണാർക്കാടും അറസ്റ്റിലായ വ്യക്തിയാണ് നിഷാൽ എന്ന ബോധ്യമായതോടെ ഇയാളുടെ സോഷ്യൽ മീഡിയ വരയിൽ കുരുങ്ങിയ യുവതികൾ ഒത്തുകൂടുകയായിരുന്നു. മാത്രമല്ല, താരത്തത്തിൽ നിഷാലുമായി സംസാരിച്ചിട്ട് പോലുമില്ല എന്ന വനിതാ ഡോക്ടറുടെ ധൈര്യവും നിഷാലിന്റെ വിളഞ്ഞാട്ടത്തിന് വിരാമമിടാൻ കാരണമായി. ഇപ്പോൾ അയൺ ലേഡീസ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ നിഷാലിന്റെ വികൃതികൾ പുറത്തെത്തിക്കുകയാണ് ഇരകളാക്കപ്പെട്ടവർ. മാധ്യമരംഗത്തുള്ളവരും നിയമരംഗത്തുള്ളവരുമൊക്കെ യുവതികളുടെ പോരാട്ടത്തിൽ പിന്തുണ നൽകുന്നുണ്ട്. ഇതോടെയാണ് പണം തിരികെ കിട്ടിയില്ലെങ്കിലും ഒരു പെൺകുട്ടിയെങ്കിലും ഇനിയും നിഷാലിന്റെ കെണിയിൽ കുടുങ്ങരുത് എന്ന ചിന്തയോടെ ഡോക്ടറായ വനിതയടക്കമുള്ളവർ പോരിനെ ഇറങ്ങിയതും ഒടുവിൽ നിഷാൽ പോലീസ് കെണിയിൽ കുടുങ്ങിയതും.